നിറച്ച് മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മൾ പലരും ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട്. എന്നാൽ അപ്പോഴത്തേക്ക് മാത്രം നമ്മുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ ഡേ എന്ന് പറഞ്ഞാൽ മുടി വളരുവാനായിട്ടും മുടി കറുപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പേരയില വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് പേരയ്ക്ക. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഇലയ്ക്കും ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രശ്നത്തിനും ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖത്തിനുമെല്ലാം പേരയില ചവച്ച് അതിൻ്റെ നീര് നമ്മൾ ഇറക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ ഡേയും അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേയുമാണ് കാണിക്കുന്നത്. ഈ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ ഡേ വെള്ളമായാലും പോകില്ല, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പേരയിലയാണ്. എന്നിട്ട് പേരയില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു തണ്ട് നമുക്ക് ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. പേരയില നല്ലതുപോലെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുത്താൽ മുടി വളരുവാനായിട്ടും അകാല നിറ തടയുവാനായിട്ടും അത് സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. അതായത് ഇത് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് 4-5 തണ്ട് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്ന പൗഡർ കുറച്ചധികം തയ്യാറാക്കിയിട്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ടും എളുപ്പമായിരിക്കും. ഇനി ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ആദ്യമേ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. എത്രയും നമുക്കിത് കരിഞ്ഞു കിട്ടുന്നോ അത്രയ്ക്കും നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് ഹെയർ ഡേ കിട്ടുന്നതാണ്. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കരിഞ്ജീരകം നമ്മുടെ മുടി വളരുവാനും അകാല നിറ തടയുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കരിഞ്ജീരകം. അപ്പോൾ നല്ലതുപോലെ കരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ കൈ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടുന്ന ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നമ്മളിത് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയിലെ ജാറിലാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു പൗഡറാണിത്. നമ്മൾ ഇതേപോലെ കുറച്ച് പൗഡർ തയ്യാറാക്കിയിട്ട് അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ടും എളുപ്പമായിരിക്കും. ഇനി ഇതിൽ നിന്നും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൗഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റമിൻ എ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ അത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും അത് ആകില്ല. അതായത് നമ്മൾ പെട്ടെന്ന് കൈ മുടിയിൽ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും അത് ആകില്ല. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നരച്ച മുടിയുള്ള ഭാഗത്തെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ്. ഇനി അടുത്തതായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ തയ്യാറാക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നാള് നമ്മുടെ മുടിയിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരുവാനായിട്ടും അകാല നിറ തടയുവാനായിട്ടും അത് സഹായിക്കുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 5-6 പേരയില കൂടി ചേർക്കാം. ഈ പേരയിലയുടെ നടുഭാഗത്തുള്ള ഈ ഒരു തണ്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇലകൾ മാത്രമായിട്ട് എടുക്കാം. പേരയിലയുടെ ജ്യൂസ് നമ്മൾ സ്കാൽപ്പിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ താരൻ മാറാനും മുടി വളരുവാനായിട്ടും അത് സഹായിക്കും. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഇരുമ്പിന്റെ ചട്ടിയിലേക്ക് അരിച്ചു മാറ്റാം. ഈ ഒരു ജ്യൂസ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി വളരുവാനായിട്ടും വളരെയധികം സഹായിക്കും.
അതേപോലെ നമുക്കിത് ഒരു ആഴ്ച ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രത്തോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം തന്നെ മൈലാഞ്ചിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അധികം കെമിക്കൽ ഇല്ലാത്ത പൗഡറുകളാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ അടുത്ത് നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ഇല്ലെങ്കിൽ പച്ച നെല്ലിക്കയും മൈലാഞ്ചിയിലയും നല്ലതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അതേപോലെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും അധികം കെമിക്കൽ ഇല്ലാത്തത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളറ് റിലീസ് ആവുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളറ് നമ്മുടെ മുടിയിലും കിട്ടുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പം മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്ക് മുടി കഴുകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.